ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തിലും ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 5 മുതൽ 8 വരെ ഉള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 20 അധ്യായം 23 വാക്യം. ബെനായാവ് ക്രേത്യരുടെയും പ്ലേത്യരുടെയും നായകൻ ആയിരുന്നു. യഹോയാദയുടെ മകനും ദാവീദ് രാജാവിൻ്റെ പ്രധാന അംഗരക്ഷകനുമായിരുന്നു ബെനായാവ്. ഈ പേരിൻ്റെ അർത്ഥം യഹോവ നിർമ്മിച്ചു എന്നതാണ്. ബെനായാവ് എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും കാണപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവായ യഹോയാദ മഹാപുരോഹിതനും ആയിരുന്നു എന്ന് 1 ദിനവൃത്താന്തം 27 5 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ബെനായാവ് 30 പേരിൽ വീരനും 30 പേർക്ക് തലവനും ആയിരുന്നു. ബെനായാവിൻ്റെ കൂറിൽ 24,000 പേരും ഉൾപ്പെട്ടിരുന്നു. ഇന്ന് നമുക്ക് ബെനായാവിനെ കുറിച്ച് അല്പമായി ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ധീരനായ ബെനായാവ്. 2 സംഘം കൂലിപ്പടയാളികൾ ബെനായാവിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ നിപുണനും ആയിരുന്നു ഇദ്ദേഹം. ബെനായാവിൻ്റെ സ്വദേശം കപ്സേൽ ആയിരുന്നു. ദൈവം ശേഖരിക്കുന്നു എന്ന അർത്ഥമാണ് കപ്സേൽ എന്ന പേരിന് ഉള്ളത്. ദക്ഷിണ യഹൂദയിലെ ഒരു പട്ടണമായിരുന്നു കപ്സേൽ. യഹൂദ ഗോത്രത്തിന് അവകാശപ്പെട്ടതും ആയിരുന്നു ഈ പട്ടണം. മാത്രമല്ല, പരാക്രമികൾക്ക് പേരുകേട്ട ഒരു സ്ഥലവുമായിരുന്നു കപ്സേൽ. ഈ പട്ടണക്കാരൻ തന്നെയായിരുന്ന ബെനായാവും ഇത്തരത്തിൽ ധീരനായ ഒരു വ്യക്തി തന്നെ ആയിരുന്നു. ബെനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയും നായകനും ഒക്കെ ആയിട്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, 1 ദിനവൃത്താന്തം 11 അധ്യായത്തിൽ നമുക്ക് കാണാം, മോവാബിലെ അരിയേലിൻ്റെ 2 പുത്രന്മാരെ സംഹരിക്കുന്നു ബെനായാവ്. തുടർന്ന് ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ 5 മുഴം പൊക്കമുള്ള ദീർഘകായനായൊരു മിസ്രയീമിനെയും സംഹരിച്ചു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്തു തന്നെ ആയാലും ധീരനായ ഒരു വ്യക്തിയായിരുന്നു ബെനായാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, രാജാക്കന്മാരോട് കൂറ് പുലർത്തിയ വ്യക്തിയായിരുന്നു ബെനായാവ്. ദാവീദ് രാജാവിൻ്റെയും ശലോമോൻ്റെയും ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുകയും അവരോട് കൂറ് പുലർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു ബെനായാവ്. ശലോമോനും അദോനിയാവും തമ്മിലുള്ള മത്സരത്തിൽ ശലോമോനോട് ചേർന്ന് നിൽക്കുവാൻ ബെനായാവിന് സാധിച്ചു. മാത്രമല്ല, ശലോമോൻ്റെ നിർദ്ദേശപ്രകാരം അദോനിയാവിനെയും യോവാബിനെയും വധിക്കുകയും ചെയ്യുന്നു. ശലോമോന് രാജ്യത്വം സ്ഥിരമാകത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ ബെനായാവിന് സാധിച്ചു. പ്രിയമുള്ളവരെ, ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് ഹിതകരമായത് ചെയ്യുവാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ധീരതയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാനും ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.